ലാബ്സ് MH ഉപാധ് കെയർ, എറിയാട്, കാര, അസ്മാബി കോളേജ്. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട്. മെട്രോപോളിസ് ലാബ്, കാര, അഞ്ചങ്ങാടി. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ THLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ മക്കൾ ഇത് കണ്ട് ഇതൊരു മാതൃകയാക്കണമെന്ന ഒരു മഹത്തായ സന്ദേശം കൂടി ഈ ചടങ്ങ് നൽകുന്നുണ്ട്. ഇവിടെ പ്രകാശിക്കുന്നു, മനസ്സുകൾ സന്തോഷപൂരിതമാകുന്നു. എല്ലാവിധ അനുമോദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ പ്രഖ്യാപിക്കുക. TTS എല്ലാ മേഖലയിലും ഉന്നതമായിട്ടുള്ള രീതിയിൽ പോകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കായിക മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്, കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്, അറിവിൻ്റെ കാര്യങ്ങളിലും നമ്മൾ ഒന്നാം സ്ഥാനത്താണ് എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുക. അതിന് ഞാനിവിടുത്തെ പ്രിയപ്പെട്ട അധ്യാപകരെ, PTA അംഗങ്ങളെ, ഭാരവാഹികളെ, അതിലേറെ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ ഞാൻ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. നന്നായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാം ലക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. വേറിട്ട് നിൽക്കുന്നൊരു ശാസ്ത്രമേഖല എന്ന നിലയിൽ തന്നെ കുട്ടികളും വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പഠനത്തിൻ്റെതായിട്ടുള്ള വ്യത്യസ്തതകളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത്, പഠന രീതികളിലും വ്യത്യസ്തതകളൊക്കെ തന്നെ ഉണ്ട് എങ്കിൽ തന്നെയും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ മാറ്റങ്ങളും അത് നമ്മുടെ സമൂഹത്തിലും പ്രതിഫലിക്കപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് കുട്ടികളുടേതായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള സാമൂഹ്യ ഇടപെടലുകളിലും അതുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പണ്ടത്തെ കുട്ടികളല്ല ഇന്നത്തെ കുട്ടികളെന്ന്, അവരുടെ സാമൂഹ്യ ഇടപെടലുകളിൽ പോലും വ്യത്യസ്തതകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ രീതികളിലും വ്യത്യസ്തത വരുമ്പോൾ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റം കൂടി അവരിൽ പ്രതിഫലിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലാതെ കുട്ടികളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ല. അവരെന്തുകൊണ്ട് സാമൂഹ്യപരമായിട്ട് ഇടപെടുന്നില്ല എന്നുള്ളതും എന്തുകൊണ്ട് അവരുടെ മറ്റ് രീതികളിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതൊക്കെ തന്നെ നമുക്കേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. മാറ്റങ്ങൾ അനിവാര്യമാണ്. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പണ്ടത്തെ പോലെ ആവണം ഇന്നത്തെ കുട്ടികളെന്ന് ആരും ശാഠ്യം പിടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. ഒരുപക്ഷെ അവർ വീടുകളിൽ ഇരിക്കുന്നുണ്ടാവും, പക്ഷേ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ 31 വിദ്യാർത്ഥികൾ MLAയിൽ നിന്നും ക്യാഷ് അവാർഡും മൊമന്റോയും ഏറ്റുവാങ്ങി. 10 A+ വാങ്ങിയ 17 കുട്ടികൾക്കും NMMS വിജയികൾക്കും കഴിഞ്ഞ വർഷത്തെ 8-9 ക്ലാസുകളിലെ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികൾക്കും അവാർഡുകൾ സമ്മാനിച്ചു. PTA വൈസ് പ്രസിഡന്റ് അജയൻ KA ആമുഖ പ്രഭാഷണം നടത്തി. നഗരസഭാ വികസനകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ, മുൻ സൂപ്രണ്ട് ഷബാന P. ഷാഫി, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീകുമാർ, VHSC വിഭാഗം പ്രിൻസിപ്പൽ കൃഷ്ണപ്രിയ, എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ KV ബാബു, സ്റ്റാഫ് സെക്രട്ടറി TT ജോബി എന്നിവർ സംസാരിച്ചു. സ്കൂൾ സൂപ്രണ്ട് MA അസഫ് അലി സ്വാഗതവും വർക്ക്ഷോപ്പ് ഫോർമാൻ PV മാർട്ടിൻ നന്ദിയും പറഞ്ഞു. Krishna NS, Sriraj Riu, Sriraj Chakev, Midul, Adila A, Ayush Q, Aman Krishna A.
Bimal Krishna, Ananta Krishna Pia, Ananta Krishna, Ayush Madhav, Danveen Pia, Faiz A, Muhammad Is, Vaishnav MD, Vaishnav Ram Is, Krishna V.